ഈ തവണത്തെ ഇന്റർവ്യൂലെങ്കിലും എനിക്ക് സെലക്ഷൻ കിട്ടണേ. നിങ്ങൾക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. കാത്തുകൊള്ളണേ. എക്സ്ക്യൂസ് മീ നരൻ, താൻ എന്നെ പറ്റി ആലോചിച്ചോ? എന്റെ സ്റ്റാറ്റസിനെ പറ്റി ആലോചിച്ചോ? ഞാൻ ഈ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഓക്കേ? ഹണി, നീ റോസമ്മേ, യു നീ എന്താ ഇവിടെ? ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നാ. നീ എന്താ ഇവിടെ? ഞാനല്ലേ ഈ കമ്പനിയുടെ MD. ഇപ്പൊ നേരത്തെ തെറി പറഞ്ഞൊക്കെ എന്റെ സ്റ്റാഫിനെ ആയിരിക്കില്ലേ? അയ്യോ, അത് ഞാൻ സ്റ്റാഫിനെ തെറി പറഞ്ഞല്ല. ഞാനും എന്റെ ഭർത്താവും കൂടെ അകത്തിരുന്ന് ലുഡോ കളിക്കായിരുന്നു. അയാൾ എന്നെ തോപ്പിച്ച്. അപ്പൊ മേലെ ഇനി ആവർത്തിക്കണമെന്ന് പറഞ്ഞതാ. ഞാനും എന്റെ റോസമ്മ ഇനി ഫുള്ള് സെറ്റപ്പൊക്കെ ആയി. പക്ഷെ പഠിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിയില്ലല്ലോ. പറയുന്നൊക്കെ ഭയങ്കര ബുദ്ധിയാണല്ലോ. എടി, ഞാനും നീയും കൂടെ ഒരുമിച്ച് ട്യൂഷന് പോയപ്പോ രാത്രിയിലെ റോഡിൽ റിഫ്ലക്ടർ കണ്ടിട്ട് നീ എന്തോ എന്നോട് ചോദിച്ചത്? ആരാണ് ഈ റോഡിൽ ഈ ബൾബൊക്കെ കത്തിച്ചു വെച്ചേക്കുന്നത്? ആ, അവളാണ് ബുദ്ധിയുടെ കാര്യം പറയുന്നത്. എടി എടി, നീ ഇടപെട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ ഒരു ജോലി ശരിയാക്കിത്താ. ഓ, നീ ഭയങ്കര ബുദ്ധിമതിയായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? എനക്കറിയോ, എനിക്കൊരു അസുഖമുണ്ട്. എന്ത് പറ്റിയോടി? ഇതാടി അസുഖം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോ മുമ്പിൽ കാണുന്ന ആളുടെ കരണത്ത് ഞാൻ തല്ലും. ഇത് കാരണം എവിടെയും ജോലി കിട്ടുന്നില്ല. ഈശ്വര, പലതരത്തിലുള്ള അസുഖം കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു അസുഖം? മേലെ ഇനി ഇവിടെ കണ്ടുവരുത്. ഗെറ്റ് ഔട്ട്. നിനക്ക് ഇവിടെ ജോലിയില്ല. എന്നെ ഇനി കാണരുത്, എന്നോട് ഇനി സംസാരിക്കരുത്. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ ഒരു കുടുംബം തൂങ്ങിയാടുന്നത് കണ്ട ഞാൻ അങ്ങോട്ട് നോക്കരുത്. കണ്ട കുടുംബൊക്കെ തൂങ്ങിയാടുന്നത് ഞാൻ എന്തിനാ നോക്കുന്നത്? മെനകെട്ടവളെ, കുടുംബല്ല കുടുംബം. ഞാനും എന്റെ കുടുംബം ആത്മഹത്യ ചെയ്യാൻ പോവുക. എന്തുവാടി? എനിക്ക് ഇങ്ങനത്തെ ഇമോഷണൽ കണ്ടന്റ് കേൾക്കുമ്പോ കരച്ചില് വരും. ജോലിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന്. ആ, ജോലിന്റെ കാര്യം. ഈ ജോലി തരണമെങ്കിൽ ഇന്റർവ്യൂ വേണ്ടേ? നമുക്ക് ഇന്റർവ്യൂ നടത്തിയാലോ? 2 മിനിറ്റ് ആയില്ലല്ലോ. സോറി എടി, വാച്ച് ഫാസ്റ്റാ. അറിയാണ്ട് പറ്റിപ്പോയതാടി. ഞാൻ ഈ കളിക്കില്ല, ഞാൻ പോവാ. അയ്യോ, അങ്ങനെ പറയല്ലേടി. ഇനി ഒരു കാര്യം ചെയ്യും, 2 മിനിറ്റ് ആവുമ്പോ ഇനി ഇവിടുന്ന് ഒന്ന് മാറി നിന്നാ മതി. 2 മിനിറ്റ് ആവുമ്പോ പറയണേടി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് ഹണിമോൾ. ഹണിമൂണോ? ഹണിമൂൺ അല്ലാന്ന്, ഹണിമോൾ. ഓക്കെ. ഈ കമ്പനിയുടെ വിജയത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? എന്തും ചെയ്യും. ഈ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിന്നെ ഏൽപ്പിച്ചാൽ നീ അത് വിറ്റു തരുമോ? എന്തിനാ പ്രോഡക്റ്റ് മാത്രാക്കുന്നത്? ഈ കമ്പനി തന്നെ നിന്നെ ഏൽപ്പിച്ചേക്ക്, അതടക്കം ഞാൻ വിറ്റ് തരൂലേ. വർത്താനം പറയാണ്ട് സമയം പോക്കല്ല. ഈ ചോദ്യം ചോദിക്ക്. സമയം 2 മിനിറ്റ് ആവാറേ. ഇപ്പൊ എന്തോ ചെയ്യും? അടിക്കടി. ചുമ്മാ ഇരടി. 2 മിനിറ്റ് ആയി, അടിക്കടി. 2 മിനിറ്റ് ആയെന്ന്. അസുഖം മാറിയോ? 1:58 ആയോളം തോന്നുന്നു നേരത്തെ. എന്റെ പൊന്നും റോസമ്മേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. എനിക്ക് ഇവിടുന്ന് പോയാൽ വേറെ എവിടെയും ജോലി കിട്ടൂല. ഒടുക്കത്തിൽ അസുഖം ഉള്ളത് കൊണ്ട് നിങ്ങൾ കൈവിടരുത്. നിനക്ക് ഞാൻ ജോലി തരാം. 2 മിനിറ്റ് കൂടുമ്പോൾ അടി. അമ്മച്ചി, എന്തിനാടി? നിന്റെ ഈ 2 മിനിറ്റ് കൂടുമ്പോൾ അടിയില്ലേ, ഞാൻ ഓരോ മിനിറ്റിലും ഓരോ അടി നിനക്ക് അങ്ങോട്ട് തരാം. അയ്യോ, ഇപ്പൊ എന്തിനാ അടി അടിച്ചേ? അതൊരു ഡോസ് കൂടുതൽ തന്നതാ. എന്തിന്? അസുഖം മാറണ്ടേ? എന്താ ഭയറക്കണം?